നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. വിശ്വാസത്തോടെ പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. ശബ്ദമുയർത്തി പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. അഭിഷേകത്തോടെ പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. തടസ്സങ്ങൾ മാറാൻ പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. രോഗസൗഖ്യത്തിന് വേണ്ടി പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. കുടുംബ സമാധാനത്തിന് വേണ്ടി പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. നമ്മുടെ മക്കൾ നന്നായി പഠിക്കാൻ വേണ്ടി പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. വിസയുടെ തടസ്സങ്ങൾ വേണ്ടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. പ്രവാസ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. രാജ്യസേവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. എന്നും വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. കരങ്ങൾ നീട്ടിപ്പിടിച്ച് പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. ആരോരുമില്ലാത്തവർക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. മഴയുടെ കെടുതികൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. ഒരു ലോൺ കിട്ടാൻ വേണ്ടി പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു പല ആസക്തികൾക്കും പെട്ടുകിടക്കുന്നവർക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. നമ്മുടെ ജീവിതത്തിന്റെ സർവ്വതും സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. നമ്മുടെ നിയോഗങ്ങൾ ഓർത്ത് പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. പൈശാചിക ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. കുടുംബ വഴക്കുകളിൽ പെട്ടുകിടക്കുന്നവർക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ.
ബാല്യമായ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നമുക്ക് ഈശോയോട് പറയാനുള്ള എല്ലാ സങ്കടങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഈശോയെ ആ നിയോഗത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈ ദിവ്യകാരുണ്യത്തെ നോക്കി ജീവിക്കുന്ന ദൈവത്തെ, അവൻ്റെ നാമത്തെ നമുക്ക് ഈ നിമിഷം ഉച്ചസ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. എല്ലാ കെട്ടുകളും, എല്ലാ ബന്ധനങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ക്ലേശങ്ങളും അകറ്റപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ അഭിഷേകം കടന്നു വന്ന് നമ്മുടെ നിയോഗങ്ങൾ നടത്തിക്കിട്ടാൻ വേണ്ടി ഏറ്റവും വിശ്വാസത്തോടുകൂടെ രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ഈ ജീവിക്കുന്ന ദൈവത്തെ എല്ലാ മക്കളും വിശ്വാസത്തോടുകൂടെ അവൻ്റെ നാമം വിളിച്ച് ഉച്ചസ്വരത്തിലൊന്ന് വിശ്വാസത്തോടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കടന്നു വരണേ ഈശോയെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഈശോയെ, അഭിഷേകം നൽകണേ ഈശോയെ, ആത്മാഭിഷേകം നൽകണേ ഈശോയെ. എല്ലാ തടസ്സങ്ങളും അങ്ങ് പോകട്ടെ കർത്താവേ, എല്ലാ ബുദ്ധിമുട്ടുകളും അങ്ങ് പോകട്ടെ കർത്താവേ. നിന്റെ നാമത്തിന്റെ അഭിഷേകം ഈ സമൂഹത്തിൽ നിറയപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് താണു വണങ്ങി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനത്തിന്റെ പുസ്തകം 32-ാം അധ്യായം 7-ാം തിരുവചനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലായിരിക്കുന്ന ഈ നിമിഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനർത്ഥങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ക്ലേശങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ആരോടും പറയാത്ത ഒത്തിരിയേറെ നൊമ്പരങ്ങള് നമുക്ക് ഓരോരുത്തർക്കുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ നമുക്കതെല്ലാം സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെ വിശുദ്ധീകരിക്കാൻ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കടങ്ങളിൽ കൂട്ടിരിക്കാൻ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലായിരിക്കുന്ന നിമിഷം ലോകത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷമാണിത്. ഈ നിമിഷത്തില് ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലേക്ക് നമ്മുടെ സങ്കടങ്ങളും, നമ്മുടെ വേദനകളും, നമ്മുടെ പ്രശ്നങ്ങളും, ആരോടും പറയാത്ത നമ്മുടെ നൊമ്പരങ്ങളും ഒക്കെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിതത്തില് ഒത്തിരിയേറെ കരയുന്നവരാ നമ്മള്, ഒത്തിരിയേറെ സങ്കടപ്പെടുന്നവരാ നമ്മള്, പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ നമ്മള്. പക്ഷെ ഒറ്റ കാര്യം മനസ്സിൽ കരുതി വെക്കണം, ഈശോ കൂടാതെ, എൻ്റെ ദൈവം കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈശോ കൂടാതെ, എൻ്റെ ദൈവം കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ ഇരുന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും നമുക്ക് ഇറക്കി വെക്കാം. ഒത്തിരിയേറെ നൊമ്പരങ്ങള് നമ്മുടെ മനസ്സിലുണ്ട്, കഷ്ടപ്പാടുകള്, രോഗങ്ങള്, ആരോടും പറയാത്ത നമ്മുടെ ജീവിതത്തിന്റെ തടസ്സങ്ങള് ഒക്കെ ഈശോയോട് നമുക്ക് പറയാം. ഈശോയോട് നമുക്ക് പറയാം. ഈശോയ്ക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും.
ആ ഈശോയുടെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ശക്തി പ്രാപിക്കും. അഭിഷേകം കൊണ്ട് നമ്മൾ നിറയും, അനുഗ്രഹം കൊണ്ട് നിറയും. എല്ലാ തടസ്സങ്ങളും അകന്നു പോകും, എല്ലാ ക്ലേശങ്ങളും അകന്നു പോകും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ക്ലേശങ്ങളും നമുക്ക് ഇറക്കി വെക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിന്റെ സങ്കടാവസ്ഥയിലേക്ക്, ആരോടും പറയാതെ ഞാൻ കരയുന്ന അവസ്ഥകളിലേക്ക് ഈശോയെ നീ ഒന്ന് കടന്നു വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കളെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ കരയുമ്പോൾ എന്നെ കൂട്ടിരിക്കാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ നീ കടന്നു വരണേ ഈശോയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിന്റെ പുസ്തകം 50 അധ്യായം 15 തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നിന്റെ കഷ്ടതയുടെ കാലത്ത് നീ നിലവിളിക്കുക, നീ എന്നോട് നിലവിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും, നീ എന്നേക്കും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഷ്ടതയുടെ കാലത്ത്, നിന്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കാനാ തമ്പുരാൻ പറയണേ, നിലവിളിച്ച് പ്രാർത്ഥിക്കാനാ തമ്പുരാൻ പറയണേ, കരയാനാ തമ്പുരാൻ പറയണേ. നിന്റെ മക്കളെ ഓർത്ത് നീ ഒത്തിരി വേദനിക്കുന്നുണ്ടാകാം, കടബാധ്യതയോർത്ത് നീ സങ്കടപ്പെടുന്നുണ്ടാകാം, രോഗങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാകാം, ജീവിതത്തിൽ വന്നുപോയ ദുരിതങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ മുമ്പിൽ ചിലപ്പോൾ നീ ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ടാകാം. ആരോടും പറയാതെ നീ നിന്റെ വീട്ടില് ചിലപ്പോൾ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് ഒത്തിരിയേറെ നെടുവീർപ്പെടുന്നുണ്ടാകാം. എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ഞാൻ രക്ഷപ്പെടും? പക്ഷെ ഒറ്റ ഉത്തര അച്ഛനും നിങ്ങളോട് പറയാനുള്ളൂ, ഈ ദിവ്യകാരുണ്യത്തിലുണ്ട് നിനക്കുള്ള ഉത്തരം. നിന്റെ സങ്കടങ്ങൾക്കുള്ള ഉത്തരം ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഇറങ്ങി വരുന്നൊരു ദൈവം നിന്റെ മുൻപിലുണ്ടെന്ന് ചിന്തിക്ക്. നീ കണ്ണീരോടെ എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചാൽ ഈ ദിവ്യകാരുണ്യനാഥൻ നിന്റെ സങ്കടങ്ങൾ തീർക്കാൻ, നിന്റെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കാൻ, നിന്റെ ക്ലേശങ്ങൾ അകറ്റാൻ, നിന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ ദൂരെ അകറ്റാൻ ഈശോ മിശിഹാ കടന്നു വരും. പക്ഷെ നീ വിശ്വാസത്തോടെ ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോഴേ നിന്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകുള്ളൂ, അഭിഷേകം ഉണ്ടാകുള്ളൂ, കൃപകൾ ഉണ്ടാകുള്ളൂ, എല്ലാ തടസ്സങ്ങളും അകറ്റപ്പെടുകയുള്ളൂ. അപ്പസ്തോല പ്രവർത്തനം 4 അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 4:12 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അച്ഛൻ വചനം ഒന്നും കൂടി പറയാം, മറ്റൊരുവനിലും രക്ഷയില്ല. ജീവിതത്തില് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളിപ്പോൾ കരയുന്ന അവസ്ഥകളില് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അച്ഛൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കടബാധ്യതയായിരിക്കാം, രോഗങ്ങളായിരിക്കാം, മക്കളെ കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, വിസയുടെ തടസ്സമായിരിക്കാം, കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, തടസ്സങ്ങളായിരിക്കാം, വിവാഹം നടക്കാത്തതിന്റെ ക്ലേശങ്ങളായിരിക്കാം, വിദേശത്ത് പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകളായിരിക്കാം, വിദേശത്തായിരിക്കുന്ന മക്കളെ കുറിച്ചായിരിക്കാം, രാജ്യസേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മക്കളെ കുറിച്ചായിരിക്കാം, അഡ്മിഷൻ കിട്ടാത്ത മക്കളെ കുറിച്ചായിരിക്കാം, ജീവിതത്തിൽ വന്നു പോകുന്ന അടിക്കടെ സംഭവിക്കുന്ന ക്ലേശങ്ങളെ കുറിച്ചായിരിക്കാം. ഒറ്റ വാചകത്തിന് പറയാനുള്ളൂ, മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് ഈശോയുടെ നാമം മാത്ര. വിശ്വസിക്കുന്നവന്റെ ജീവിതത്തില്, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തില് തമ്പുരാന്റെ അഭിഷേകം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും, കൃപയുണ്ടാകും. മക്കളെ പ്രാർത്ഥിക്കേ. നമുക്കറിയാം, നമ്മുടെ ലോകം, നമ്മുടെ ഈ നാട്, നമ്മളായിരിക്കുന്ന അവസ്ഥകളിലൊക്കെ ഒത്തിരിയേറെ പേര് മഴയുടെ കെടുതികൾ മൂലം വേദന അനുഭവിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുക. സാധിക്കുന്നവരൊക്കെ ഒന്ന് മുട്ടൂത്തിക്കുക. നമുക്കറിയാം, വലിയൊരു സങ്കടത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോവുക. വലിയൊരു ആവശ്യത്തിൻ്റെ അവസ്ഥയിലൂടെയാണ്, കർത്താവിൻ്റെ അഭിഷേകം കടന്നു വരേണ്ട അവസ്ഥകളിലൂടെയാണ് നമ്മുടെ നാടൊക്കെ കടന്നു പോവുക. ഒത്തിരിയേറെ പേര് മഴയുടെ കെടുതികൾ മൂലം, വെള്ളപ്പൊക്കം മൂലം
വീട്ടിലെ വെള്ളം കയറുന്നത് മൂലം അങ്ങനെ ഒത്തിരി അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈശോയുടെ മുൻപിലെ ആ അസ്വസ്ഥതകളെല്ലാം സമർപ്പിച്ച് മഴയുടെ കെടുതികൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കാനായിട്ട് പോവുക. പറ്റുന്നവരൊക്കെ ഒന്ന് കുരിശിൻ്റെ ആകൃതിയിൽ 2 കരങ്ങളൊന്ന് വിടർത്തി പിടിക്കാമോ? കുരിശിൻ്റെ ആകൃതിയിലൊന്ന് വിടർത്തി പിടിക്കാമോ? ചെറിയൊരു സഹനം നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി, നമ്മളായിരിക്കുന്ന അവസ്ഥകൾക്ക് വേണ്ടി, നമ്മുടെ വീടിന് വേണ്ടി, മഴയുടെ കെടുതികൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, വെള്ളപ്പൊക്കത്തിലൂടെ സങ്കടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി, എല്ലാം നശിച്ചു പോയ മനുഷ്യർക്ക് വേണ്ടി, എല്ലാ സങ്കടങ്ങളിലായിരുന്ന് ക്യാമ്പുകളിലായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, ഒത്തിരിയേറെ പ്രശ്നത്തിലൂടെ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് 2 കരങ്ങൾ വിരിച്ചു പിടിച്ച് വിശ്വാസത്തോടെ നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയേ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെല്ലാം രക്ഷിക്ക. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെല്ലാം രക്ഷിക്ക. യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയേ, ക്ഷാമം ദുരിതം ഇവയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെല്ലാം രക്ഷിക്ക. അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെല്ലാം രക്ഷിക്ക. യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയേ, കടലിൽ കരയിൽ വാനിൽ ഭൂവിൽ നിന്നുടെ നാമം പുലരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. ദിവികാരണത്തിന് മുമ്പിലായിരിക്കുന്ന ഈ നിമിഷം മഴയുടെ കെടുതികൾ മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് വെള്ളം കയറി എല്ലാം നശിച്ച വീടുകളുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ക്യാമ്പുകളിലായിരിക്കുന്നവരുണ്ട്, കൃഷിയിടങ്ങളും തങ്ങൾക്കുള്ള എല്ലാം നശിച്ചു പോയ മനുഷ്യരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒത്തിരി സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ സങ്കടങ്ങളെല്ലാം ഈ ദിവികാരണത്തിന് മുൻപിൽ സമർപ്പിച്ച്, ദൈവമേ അവരുടെ സങ്കടങ്ങളിലേക്ക് കൂട്ടിയിരിക്കാൻ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയേ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെല്ലാം രക്ഷിക്ക. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെല്ലാം രക്ഷിക്ക. യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയേ, ക്ഷാമം ദുരിതം ഇവയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെല്ലാം രക്ഷിക്ക. അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെല്ലാം രക്ഷിക്ക. യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയേ, കടലിൽ കരയിൽ വാനിൽ ഭൂവിൽ നിന്നുടെ നാമം പുലരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. പ്രത്യേകമായിട്ട് നമ്മുടെ ഈ നാടിനെ ഈ ദിവികാരണത്തിന് മുൻപിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2018 വെള്ളപ്പൊക്കം നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. എന്തോരം കഷ്ടപ്പെട്ടതാ നമ്മൾ, എന്തോരം വേദനിച്ചതാ നമ്മൾ. വലിയൊരു അപകടത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. ദൈവമേ, വലിയൊരു അപകടത്തിലേക്ക് ഞങ്ങളുടെ ഈ നാടിനെ
ഞങ്ങളുടെ ഈ ചെറുകിടപ്പുറത്തെ ഞങ്ങളുടെ ഈ നാടിൻ്റെ വിഷമങ്ങളെ കൊണ്ടുപോകലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീടുകളെ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. യാതൊരുവിധ കുഴപ്പങ്ങളോ ഞങ്ങൾക്ക് ഉണ്ടാക്കലേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. വലിയ ഒരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നാടിനെയും ദേവാലയത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെയും ഞങ്ങളുടെ ബന്ധങ്ങളെയും ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെയും ഒക്കെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനും വേണ്ടി രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടി വിടർത്തി പിടിച്ച് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയേ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള ഹൃദയിൽ നിന്നും ഞങ്ങളെല്ലാം രക്ഷിക്കാം. പെട്ടെന്നുള്ള ഹൃദയിൽ നിന്നും ഞങ്ങളെല്ലാം രക്ഷിക്കാം. യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയേ, ക്ഷാമം ദുരിതം ഇവയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം. അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം. യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയേ, കടലിൽ കരയിൽ വാനിൽ ഭൂവിൽ നിന്നുടെ നാമം പുലരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് സങ്കടങ്ങൾ ഓർത്ത് രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ വിഷമങ്ങളും ഒന്ന് മുട്ടുകുത്തിയേക്കാൻ നമുക്ക് ആരാധനയുടെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും നമുക്ക് ഓർക്കാം. അച്ഛന് വായിച്ചു തന്ന നിയോഗങ്ങൾ ഓർക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഓർത്ത് മുട്ടുകുത്തി ഇന്ന് കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ നാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, യേശുവിൻ്റെ നാമം കെട്ടുകൾ അഴിക്കുന്ന നാമ, ബന്ധനങ്ങൾ അഴിക്കുന്ന നാമ, രോഗസൗഖ്യം നൽകുന്ന നാമ, എല്ലാ അശുദ്ധിയും അകറ്റുന്ന നാമ, എല്ലാ തടസ്സങ്ങളും അകറ്റുന്ന നാമ. മക്കളെ എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി, നിങ്ങൾ ആരെയും നോക്കണ്ട, ഈ ദിവ്യകാരുണ്യത്തെ മാത്രം നോക്കിയാൽ മതി. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമം വിളിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ കടന്നവരുടെ കർത്താവേ, വിശദീകരിക്കണേ കർത്താവേ, ഈ മക്കളുടെ പ്രാർത്ഥന കേൾക്കണേ കർത്താവേ. നിന്റെ കുരിശിന്റെ ശക്തിയാൽ ഈ മക്കളെ വിശദീകരിക്കണേ കർത്താവേ. നിന്റെ കാൽവരി യാഗത്തിൽ നീ ചിന്തിയ ചോരയാൽ ഈ മക്കൾ വിശദീകരിക്കപ്പെടട്ടെ കർത്താവേ. രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, തടസ്സങ്ങൾ അകന്നു പോകട്ടെ, കടബാധ്യതകൾ അകന്നു പോകട്ടെ, മക്കളുടെ തടസ്സങ്ങൾ അകന്നു പോകട്ടെ, ജീവിതത്തിന്റെ ക്ലേശങ്ങൾ തീർന്നു പോകട്ടെ. മഴയുടെ കരുതകൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളും സൗഖ്യം പ്രാപിക്കട്ടെ, ആശ്വാസം പ്രാപിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം ഈ മക്കളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായി നമുക്ക് ഒരുങ്ങാം. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളും കൊടുത്തുകൊണ്ട് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ നിയോഗങ്ങളെ വിശദീകരിക്കാൻ കടന്നു വരണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി.
ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് 2 കരങ്ങൾ നീട്ടിപ്പിടിക്കാം. പക്ഷെ നിങ്ങളോട് പറയാറുണ്ട്, ഈശോയുടെ മുഖത്തേക്ക് നോക്കണം. നിന്റെ മുൻപിൽ ഈശോ കടന്നു വരുന്ന നിമിഷമായി ഇത്. 2 കരങ്ങൾ നീട്ടി ഈശോയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവാ. ഈശോയെ, നീ എൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും എല്ലാം ഓർത്ത് ഈ ദിവ്യകാരുണ്യനാഥനെ ഓർത്തുകൊണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച് അവിടുത്തെ നാമം വിളിച്ച് എല്ലാ മക്കളും ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. ശിരസ്സ് നമിച്ച് താണു വണങ്ങി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്